വശത്ത് തെക്ക് കിഴക്ക് വശത്തായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അത് ഇങ്ങോട്ടും നല്ല എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ ടിവിയുടെ ഭാഗത്ത് വന്നപ്പോഴാണ് ഇത് വളരെ നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. അത് ഓപ്പൺ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കാം? അപ്പൊ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കാം. അതിനകത്ത് എന്താ ഉള്ളത്? അതിനകത്ത് മാറ്റി ആ സാധനം ഇനി നമുക്ക് നോക്കാം. ഇപ്പോഴോ ആ സാധനം അവിടെ നെഗറ്റീവായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സാധനം നമ്മൾ പഴയ സാധനങ്ങളായിരുന്നു, അതെടുത്ത് മാറ്റിയപ്പോൾ ആ ഭാഗം പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടി വി അത് ഇരുന്ന ഭാഗത്തോട്ട് തന്നെ നീക്കി വെക്കാം. നീക്കി വെക്കാന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഈ ഭാഗത്തോട്ട് എവിടെയാണോ ഇരുന്നത് ഈ ഭാഗത്താണ് ടി വി നമുക്കുണ്ടായിരുന്നത്. ആ ഭാഗത്ത് തന്നെ വെച്ചതിന് ശേഷം നോക്കാമല്ലോ എങ്ങനെയാണ്. നോക്കൂ എത്ര പോസിറ്റീവായിട്ട് 100% പോസിറ്റീവായിരിക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ വീടിനകത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. തികച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സ്കാനിങ് അടിച്ചിട്ട് GS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ കണ്ടുപിടിക്കുന്ന ഒരു ജിയോപതിക് സ്കാനറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സ്കാനർ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് ഈ വീടിന്റെ ഈ ഫ്ലാറ്റിൽ നമ്മൾ കണ്ടത്. എല്ലാം നല്ല പോസിറ്റീവാണ്. എന്നാൽ ഈ വീട്ടിൽ തന്നെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. ആ ബുക്ക് ഷെൽഫ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ ബുക്ക് ഷെൽഫ് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എന്തെല്ലാം പുസ്തകങ്ങളാണ് വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇവരുടെ ഒരു പുസ്തകം വെച്ചിരുന്നുണ്ട്. ഇതിപ്പോ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓപ്പൺ ആകുന്നുവെങ്കിൽ അത് പോസിറ്റീവ്, അതല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കാണിക്കുന്നു. അപ്പൊ ഇവരിവിടെ സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകമാണ് ഫാമിലി മെഡിക്കൽ അഡ്വൈസർ. അപ്പൊ ഈ ഒരു പുസ്തകം ഇവരുടെ വെച്ചിരുന്നു. വളരെ കാലമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ എടുത്ത് മാറ്റിയിരുന്നു. അപ്പൊ അത് വെച്ച് ഇതൊക്കെ നോക്കിയപ്പോ പഠിക്കുന്നത് ഇത് നെഗറ്റീവാണ് കേട്ടോ. ഇത് നെഗറ്റീവായിട്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം ഇതിങ്ങനെ വെക്കാമോ. ഇത് നമ്മൾ വീണ്ടും നോക്കിയാണ് നോക്കൂ, അത് പോസിറ്റീവായി അവിടെ. അപ്പൊ നമുക്ക് എന്തായിരുന്നു പ്രശ്നം? ആ ബുക്ക് ഷെൽഫിൽ നിന്ന് അതിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ചില വചനങ്ങളോ വാക്കുകളോ ചില അഡ്വൈസുകളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ പല വീടുകളിലും പൂജാമുറികളിലും മറ്റു പ്രാർത്ഥനാലയങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടെ പല രീതിയിലുള്ള ചിത്രങ്ങളായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചില രൂപങ്ങൾ നമ്മൾ നോക്കുക. അപ്പൊ രൂപം നോക്കി മാതാവിന്റെ എത്ര പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്, എത്ര സന്തോഷകരമായ ചിത്രമാണ്. എന്നാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് നോക്കും ജീസസിനെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രണ്ട് കരങ്ങളും ബന്ധിച്ച് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന രീതിയിലും അതുപോലെ തന്നെ മുൾക്കിരീടം ചുടിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അപ്പൊ ആ ചിത്രം നമ്മൾ നോക്കിയപ്പോൾ അത് കാണിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അത് നമുക്ക് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ നിൽക്കാം. ആ സ്ഥലം തന്നെ പോസിറ്റീവായി മാറിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ വീടുകളും നമ്മൾ പരിശോധിച്ചിട്ടാണ് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുന്നത്. അതിന് തന്ത്രവാദമോ മന്ത്രവാദമോ പൂജയോ ആഭിചാരകർമ്മമോ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. അതാണ് UT സ്കാനർ നമുക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ.